ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി 4 ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് അയ്യപ്പ ദർശനം നടത്തിയത്. മകരവിളക്ക് വരെയുള്ള ദിവസങ്ങളിൽ സന്നിധാനത്ത് വലിയ തിരക്കുണ്ടാകും എന്ന വിലയിരുത്തലിലാണ് ദേവസ്വം ബോർഡ്. നിയന്ത്രണങ്ങളോടെയാണ് അയ്യപ്പ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. രാഹുൽ ജി നാഥിന്റെ വിശദാംശങ്ങൾ നൽകാനായി രാഹുൽ, ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് തുടക്കത്തിലേ അങ്ങ് ആശംസിക്കുകയാണ്. അതിമനോഹരമായ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണല്ലോ. തിരക്ക് എത്രത്തോളം ഉണ്ട്, അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെ രാഹുൽ? അതുതന്നെയാണ് മറ്റൊരു പ്രഭാതത്തിലേക്ക് കടക്കുകയാണ് സന്നിധാനം. അപ്പോഴും നമ്മൾ ഈ കാണുന്ന കാഴ്ച അത് ഒരുപോലെ തന്നെയാണോ എന്ന ഒരു അത്ഭുതമാണ് എപ്പോഴും ഉണ്ടാകുക. കാരണം ഈ വരുന്ന ആളുകളുടെ ഭാവം, അവർ ഏറ്റവും ഒടുവിൽ ഈ ഫ്ലൈ ഓവറിൻ്റെ ഏറ്റവും അവസാന പോയിന്റിലേക്ക് എത്തുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ആനന്ദം, ആ കാത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയ ക്ഷീണമൊക്കെ മറികടന്ന് ഇനി അവർ കാത്തിരുന്ന കാഴ്ചയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും മകരവിളക്കിനോടനുബന്ധിച്ച് ഈ കാഴ്ച കാണുമ്പോൾ അതിൽ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ 4 ദിവസങ്ങളിലായി 4 ലക്ഷത്തിലധികം ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിയത്. ഇന്നലെ മാത്രം 1,05,680 ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തിയത്. അതായത് രണ്ടാം ദിവസം ഈ നട തുറന്നതിന് ശേഷം രണ്ടാം ദിവസം 1 ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ കാണാം, ഫ്ലൈ ഓവറിൻ്റെ ഒരു വശത്ത് ഈ ആളുകളുടെ തിരക്ക്, ഭക്തജനങ്ങളുടെ തിരക്ക് കുറവാണ്. കാരണം അത്രമാത്രം നിയന്ത്രണങ്ങളോടെയാണ് കടത്തിവിടുന്നത്. ഇവർക്ക് ഏതാണ്ട് 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ കാത്തു നിന്ന ശേഷം മാത്രമേ ഇങ്ങോട്ട് പ്രവേശിക്കാനാകൂ. അത്തരത്തിലാണ് കടത്തിവിടുന്നത്. കാരണം അത്തരത്തിൽ നിയന്ത്രിച്ചാൽ മാത്രമേ ഈ സന്നിധാനത്തേക്ക് എത്തുന്ന ആളുകളുടെ ഒഴുക്ക് കുറയ്ക്കാനാകൂ. ഈ മരക്കൂട്ടം മുതലുള്ള ക്യൂ കോംപ്ലക്സുകൾ വഴിയാണ് ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഈ തിരക്കിനെ പറ്റി ഇപ്പോൾ ഇവിടെ എന്തായാലും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ താൽക്കാലിക ജീവനക്കാരൊക്കെ ഉണ്ട്. ചേട്ടാ വെള്ളം കൊടുക്കുന്നയാളാണ്. ചേട്ടാ എത്രമാത്രം തിരക്കുണ്ട് ഇപ്പോൾ? നല്ല തിരക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ 3-ാം തീയതി വൈകിട്ട് തൊട്ട് തുടങ്ങിയ തിരക്കാണ്. ഇതുവരെ തിരക്ക് മുടങ്ങാതെ നിന്നുണ്ട്. കാരണം ഏറ്റവും ഒടുവിൽ ഇവർ കടന്നു പോകുമ്പോൾ അവർക്ക് ആശ്വാസത്തിനായി വെള്ളം കൊടുക്കുന്ന ചേട്ടനാണല്ലേ? സന്തോഷമാണ്, ഭയങ്കര സന്തോഷം തന്നെ. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. ഈ കാണുമ്പോഴത്തേക്ക് നമ്മൾ പല നാട്ടിൽ നിന്നുള്ള ആളുകൾ വരും. ഭാഷയൊന്നും പ്രശ്നമല്ല അല്ലേ? പ്രശ്നമല്ല. അത്യാവശ്യം ഹിന്ദി അറിയാം, തമിഴ് അറിയാം, മലയാളം അറിയാം. ഇവിടെ വന്ന് പഠിച്ചതാണ്? എല്ലാം ഇവിടെ നിന്ന് പഠിച്ചത്. വലിയ തിരക്ക് തന്നെയാണ് ദിവസം അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഈ കാഴ്ച കണ്ടാലും നമുക്കറിയാം. കാരണം ഈ രാവിലത്തെ പൂജകൾ തുടങ്ങുകയാണ്. അപ്പോൾ അതിനായി ഇനി ഭക്തരെ ഇവിടെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പലയിടത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ഇനി ആ ഒടുവിലത്തെ കാഴ്ചയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്. എങ്ങനെ വരെ These are my 12 years, 13 years. 13 years? Yes. Coming for 13 years? Yes. 13 time. But today I'm very happy because the all the organization is very good. I'm a respect for all the Kerala How police. many time you waited to come here? Come here almost 13 hours a day. 13 hours? Yes. But I'm very happy. You? From the Pamba. Pamba? Yeah. അത് തന്നെയാണ്. മലേഷ്യയിൽ നിന്നെത്തിയവരാണ് അവർ. 13 മണിക്കൂറുകൾ അവിടെ കാത്തു നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം തിരക്കുണ്ട് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട്. പിന്നെ അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം എത്തിയവരാണെങ്കിൽ ഈ കാത്തു നിൽക്കുന്ന സമയം കൂടിയുണ്ട്. കാരണം നട അടയ്ക്കുന്നുണ്ട് 11 മണിക്ക്. അപ്പോൾ ആ സമയം കൂടി കണക്കാക്കിയായിരിക്കും ഇവർ പറയുക. അപ്പോൾ എന്തായാലും അത്തരത്തിൽ പല നാടുകളിൽ നിന്ന് എത്തുന്ന ആളുകളുണ്ട്. ഇനി എന്തായാലും ഇനി ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇനി വരുന്നവർ ഇവിടുന്ന് മടങ്ങില്ല എന്നുള്ള കാര്യം കൂടി നമുക്കറിയാം. അവർ വിരിച്ച് ഇവിടെ പർണശാലകൾ കെട്ടി മകരവിളക്ക് കൂടി കണ്ടിട്ടായിരിക്കും മടങ്ങുക. ഇനി എന്തായാലും ഒരു 7 ദിവസം കൂടിയാണ് നമ്മുടെ മുന്നിൽ മകരവിളക്കിനായി ഉള്ളത്. അപ്പോൾ അവലോകന യോഗങ്ങൾ, ഏറ്റവും പ്രധാനമായി സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള അവലോകന യോഗങ്ങൾ തുടരുകയാണ്. ആ അവലോകന യോഗങ്ങൾ ഇപ്പോൾ തന്നെ മലേഷ്യയിൽ നിന്നെത്തിയ ഭക്തൻ പറഞ്ഞത് മുൻപ് വന്ന സമയത്തെക്കാളും വലിയ സന്തോഷം ഇപ്പോൾ ഉണ്ട്. കാരണം അത്രമാത്രം വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പറയുന്നു. ആ ഒരു സംതൃപ്തി അവരുടെ മനസ്സിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് അവർക്കുണ്ടാകുന്ന അവരുടെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ച, ആ സന്തോഷവും അവർക്ക് പകരാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിലുള്ള വാക്കുകളും നോട്ടങ്ങളും ആണ് നമുക്ക് നിലവിൽ ഇപ്പോൾ സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. അവലോകന യോഗങ്ങളും സജ്ജീകരണവുമായി വിവിധ വകുപ്പുകൾ എന്തായാലും അവരുടെ തിരക്കുകളിലാണ്. ഏതായാലും കൂടുതൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഇനി സന്നിധാനത്ത് നടക്കാനിരിക്കുകയാണ്. മോത്തി. ശരി രാഹുൽ.